ചമ്പക്കര എന്നാൽ കോട്ടയം ജില്ലയിൽ കറുകച്ചാലിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. പണ്ടു മുതൽക്ക് തന്നെ കളരിക്കും പരമ്പരാഗത ചികിത്സയ്ക്കും പ്രശസ്തി നേടിയ ഇടം. പക്ഷേ ചമ്പക്കര എന്ന പേര് ഓർക്കാൻ സുഖമുള്ള ഒരു യാത്രാനുഭവത്തിൻ്റേതു കൂടിയാണ്. യാത്രികർ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ബസ് സർവീസിൻ്റെ പേര്. ഒരു നാടിൻ്റെ പേരിൽ ആരംഭിച്ച് വിവിധ നാടുകളുടെ സ്പന്ദനമായി മാറിയ കോട്ടയം ജില്ലയിലെ ഒരു ബസ് സർവീസാണ് ചമ്പക്കര. പൊതുഗതാഗതത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും എത്രമാത്രം വലുതാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ച സർവീസുകളായിരുന്നു ചമ്പക്കരയുടേത്. 70കളുടെ മധ്യത്തോടെ കറുകച്ചാലിന് സമീപം ചമ്പക്കര എന്ന ഗ്രാമത്തിലെ ലക്ഷ്മി വിഹാറിൽ ശ്രീകണ്ഠൻ, ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ശിവരാമൻ എന്നീ 4 സഹോദരങ്ങൾ ചേർന്ന് എടുത്ത തീരുമാനമായിരുന്നു ഈ ബസ് സർവീസ്. അക്കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും തീപ്പെട്ടി കമ്പനി നടത്തിയിരുന്ന ഈ സഹോദരങ്ങളെടുത്ത തീരുമാനം പുതിയൊരു വ്യവസായ ലോകത്തേക്ക് വെളിച്ചം വീശി. ഒരു ബസ് സർവീസ്. അങ്ങനെ KRB 6787 എന്ന പഴയ സെക്കൻഡ് ഹാൻഡ് ബസ് തിരുനക്കരയപ്പൻ്റെ മുറ്റത്തു നിന്ന് വാവരുസ്വാമിയുടെ നടയിലേക്ക് കോട്ടയം, പുതുപ്പള്ളി, കറുകച്ചാൽ, മണിമല വഴി എരുമേലി റൂട്ടിൽ ആദ്യ സർവീസ് ആരംഭിച്ചു. അതൊരു പുതിയ തുടക്കമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ചമ്പക്കര മോട്ടോഴ്സിൻ്റെ സുവർണകാലമായിരുന്നു. പൊതുഗതാഗത സൗകര്യങ്ങളില്ലാത്ത കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പുതിയ സർവീസുകൾ ഓടിക്കൊണ്ടേയിരുന്നു. യാത്രക്കാരുടെ അകമഴിഞ്ഞ സഹകരണം കൂടിയായപ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒന്നിനു പിറകെ ഒന്നായി ചമ്പക്കര മോട്ടേഴ്സ് അക്ഷരനഗരി അടക്കി ഭരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ചമ്പക്കരയുടെ ട്രിപ്പ് നോക്കിയായിരുന്നു ഈ നാട് അക്കാലത്ത് സമയത്തെ അടയാളപ്പെടുത്തിയത്. 8:30യുടെ ചമ്പക്കര, 12ന്റെ ചമ്പക്കര എന്നൊക്കെ. പുതിയ മോഡലുകൾ വന്ന കാലത്ത് ഹെറോഡൈൻ ചമ്പക്കര, വശത്ത് ഗ്ലാസ് ഇട്ട ചമ്പക്കര, ബോക്സും പാട്ടുമുള്ള ചമ്പക്കര എന്നിങ്ങനെ ഓരോ ബസ്സുകളുടെയും സവിശേഷതകൾ എടുത്തു പറഞ്ഞ് ജനം സ്നേഹിച്ചു. കോട്ടയത്തു നിന്ന് മണിമല, റാന്നി, എരുമേലി, പത്തനംതിട്ട, ആങ്ങമൂഴി, ആനപ്പാറ, പെരുന്നാട്, സീതത്തോട്, കോഴഞ്ചേരി, പന്തളം, കായംകുളം തുടങ്ങി കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെല്ലാം ചമ്പക്കര എത്തി തുടങ്ങി. പത്തനംതിട്ട ജില്ലയിലെ പല ഉൾപ്രദേശങ്ങളിലേക്കും ആദ്യമായി കടന്നു ചെന്ന ബസ്സുകൾ ചമ്പക്കരയുടേതായിരുന്നു. കോട്ടയത്തു നിന്ന് സമീപ ജില്ലകളിലേക്ക് പോകാൻ തയ്യാറായി നിരവധി ചമ്പക്കര ബസ്സുകൾ നാഗമ്പടം സ്റ്റാൻഡിൽ നിരന്നു കിടക്കുന്നത് വലിയ കാഴ്ചയായിരുന്നു. കാലങ്ങൾ കടന്നപ്പോൾ ചമ്പക്കര സ്വന്തമായി ബസ് ബോഡി നിർമ്മാണവും ആരംഭിച്ചു. ഷാസി വാങ്ങി സ്വന്തം വർക്ക്ഷോപ്പിൽ തന്നെയാണ് ചമ്പക്കര ബസ്സുകൾ നിർമ്മിച്ചിരുന്നത്. നീലയും ചന്ദന നിറവും ചേർന്ന ഒരു കളർ കോഡിലായിരുന്നു ചമ്പക്കര ബസ്സുകൾ നിരത്തിലിറങ്ങിയിരുന്നത്. ചമ്പക്കരയുടെ സ്വന്തം ബോഡി വണ്ടികൾ നല്ല കാളക്കുറ്റന്മാരെ പോലെ കോട്ടയത്തു നിന്നും സമീപ ജില്ലകളിലെ ഉൾഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കുമൊക്കെ ചീറിപ്പാഞ്ഞു. ചമ്പക്കര ബോഡിയുടെ ഗുണമേന്മ അക്കാലത്ത് അവകാശപ്പെടാൻ മറ്റൊരു ബസ് ബോഡി നിർമ്മാതാക്കൾക്കും സാധിച്ചിരുന്നില്ല. പ്രായഭേദമന്യേ ഇതുപോലെ ആളുകൾ പിന്തുണയ്ക്കുന്ന മറ്റൊരു ബസ് സർവീസ് കോട്ടയത്തുണ്ടോ എന്നത് ഇപ്പോഴും സംശയമാണ്. വേറെ ഏതോ ഒരു ഓപ്പറേറ്ററുടെ ഒരു പഴയ വണ്ടി വാങ്ങിച്ചു തുടങ്ങിയ പ്രസ്ഥാനം പിന്നീട് 30-ൽ പരം ബസ്സുകളുമായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് സർവീസായി വളർന്നു എന്നത് കാലം തെളിയിച്ച ചരിത്രം. കോട്ടയത്തും പത്തനംതിട്ടയ്ക്കുമെല്ലാം പോകാൻ ചമ്പക്കര തന്നെ വേണമെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. മഴയായാലും മഞ്ഞായാലും ചമ്പക്കര വരുമെന്ന് യാത്രക്കാർക്ക് നല്ല ഉറപ്പായിരുന്നു. ബസ്സുകൾക്ക് തകരാറുണ്ടായാൽ പകരം ഗ്യാരേജിൽ റിസർവ് ബസ്സുകൾ സജ്ജമായിരുന്നു. പുലർച്ചെ 4:30 മുതൽ രാത്രി 10 വരെ ബസ്സുകൾ റൂട്ടിലുണ്ടാകും. അവധി ദിവസമായാലും യാത്രക്കാരില്ലെങ്കിലും സർവീസ് കൃത്യമായി നടത്തും. അത് നിർബന്ധമായിരുന്നു. ചമ്പക്കരയുടെ പ്രധാന എതിരാളിയായിരുന്നു മഹാരാജ ബസ് സർവീസ്. ചമ്പക്കരയും മഹാരാജ ബസ്സും തമ്മിലുള്ള മത്സരങ്ങൾ ഒരു കാലത്ത് കോട്ടയം കറുകച്ചാൽ റൂട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. യാത്രക്കാരെ പോലെ തന്നെ കണ്ടു നിൽക്കുന്ന നാട്ടുകാരും ആസ്വദിച്ച ആരോഗ്യകരമായ മത്സരങ്ങൾ. ആനപ്പാറ, ആങ്ങമൂഴി വണ്ടികളിൽ യാത്ര ചെയ്യാൻ കുട്ടികളും കൗമാരക്കാരും കൊതിച്ചിരുന്ന ഒരു കാലം. മമ്മൂട്ടിയുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന മാസ് സിനിമയിൽ ഒരു നിമിഷം ചമ്പക്കര ബസ് മിന്നിമറഞ്ഞത് അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. കാലം മാറിയതോടെ സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധികൾ ചമ്പക്കരയെയും ബാധിച്ചു. ഒരു കാലത്ത് 30ഓളം ബസ് സർവീസുകൾ ഉണ്ടായിരുന്ന ചമ്പക്കര മോട്ടോഴ്സ് 2015 കാലഘട്ടമായപ്പോഴേക്കും വണ്ടികളുടെ എണ്ണം കുറച്ചു. കോട്ടയം കറുകച്ചാൽ റൂട്ടിൽ KL 5C 1515 എന്ന ബസ്സായിരുന്നു അവസാനം രൂപം കൊടുത്ത പെർമിറ്റ്. പിന്നീട് ചമ്പക്കര മോട്ടോഴ്സിന്റെ പല പെർമിറ്റുകൾ മറ്റ് ഓപ്പറേറ്റർമാർക്ക് വിറ്റു. ചമ്പക്കരയുടെ ബസ് വാങ്ങിയവർ പോലും പഴയ കളർ കോഡ് മാറ്റാതെ സർവീസുകൾ നടത്തിയിരുന്നു. ഒരു പേര് ഒരു നാടിൻ്റെയും നാട്ടുകാരുടെയും ഹൃദയത്തുടിപ്പായി മാറിയ ചരിത്രം. അതാണ് ചമ്പക്കര മോട്ടോഴ്സ്. ഒരു കാലത്ത് കോട്ടയം നഗരത്തെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുമായി ബന്ധിപ്പിച്ചിരുന്ന
ജനങ്ങൾക്ക് ഏറെ ഉപകാരമായിരുന്ന, ഒരുപാട് സർവീസ് ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡ് നെയിം കൂടി കാലയവനികയിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുകയാണിന്ന്. ഇന്നിപ്പോൾ നാമമാത്രമായ സർവീസുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും പഴയ ചമ്പക്കരയെ മറക്കുവാൻ കോട്ടയത്തിനും ഈ നാട്ടുകാർക്കും കഴിയില്ല. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞാലും പ്രിയപ്പെട്ട ചമ്പക്കര ഓരോ കോട്ടയംകാരൻ്റെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. കോട്ടയംകാരുടെ നൊസ്റ്റാൾജിയകളിൽ ഒരു പ്രധാന സ്ഥാനം എന്നും ചമ്പക്കര മോട്ടോഴ്സിന് തന്നെ ആയിരിക്കും എന്നുറപ്പാണ്.